സഭയോട് ബന്ധപ്പെട്ട് എനിക്ക് ഏകദേശം 75 വർഷത്തെ പഴക്കം. ഞാനൊന്ന് ബാലനായി. എന്നാൽ ഈ 75 വർഷത്തെ എല്ലാ നന്മകളും അനുഭവിക്കുക എന്ന് മാത്രമല്ല, വേർപെട്ട സഭ എന്ന ഈ സഭയോട് ബന്ധപ്പെട്ട് ഇതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പൂർണ്ണമായി തൃപ്തിയുള്ളതാണ് ഞാൻ ഇവിടെ നേതാവിനെ കേൾക്കുന്നത്. എനിക്ക് പറയാൻ ആശംസ 65-ാം ദിവസത്തിലും 4-ാം വാക്യമാണ്. അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ശക്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്റെ പ്രാകാരങ്ങളിൽ വസിക്കേണ്ടതിന് നീ വിളിച്ച് ചേർക്കുന്ന ആ യഹോവ ചേർക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അപ്പോൾ ഈ ഭാഗ്യമായ അവസ്ഥയാണ് ഈ സഭയോട് ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. യഹോവയുടെ പ്രാകാരങ്ങളിൽ വസിക്കുവാനുള്ള ആലയം. നാം ഏത് സമയം ഏത് പള്ളിയും ഒക്കെ ഉണ്ടാക്കുകയും അവന്റെ ആലയത്തിൽ അവനോട് വസിപ്പാനും ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി പൊരിക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ ഏറ്റവും വിശിഷ്ടമാണ്. അത് എന്റെ സഹോദരൻ ഓർപ്പിച്ച പല കാര്യങ്ങൾ ആ സംഗീതത്തിലുണ്ട്. അതിന്റെ നന്മയും അതിന്റെ ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്റെ പൈതൃകം അതിന് എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്ന എന്റെ അമ്മയുടെ അപ്പനാണ് ഈ അന്തോണിൽ പോകുന്ന എന്റെ അമ്മയുടെ അപ്പൻ. അപ്പൊ ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കാം. എന്റെ അപ്പൻ അപ്പാപ്പൻ അറിവുകയായിരുന്നു. ഒരു ക്രിസ്തീയ അവരും ജനിക്കുവാനും ആ പൈതൃകം അനുഭവിക്കുവാനും അവരോട് അനുഭവ പലകാര്യങ്ങൾ ഒത്തുപോയി എന്ന അപായമാണ്. ഈ വിശിഷ്ടമായ ധർമ്മമാണ് വേർപാട് നമുക്ക് ഈ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ വിളിച്ചത് അവർ പ്രാകാരത്തിൽ വസിക്കേണ്ടതിന് വേണ്ടിയാണ്. ആ വലിയ ഗ്രന്ഥം ലഭിച്ചത് വേർപാട് അവരുടെ അറിവായ ഞാൻ തീർന്നുകൊണ്ടാണ്. ഇതുപോലുള്ള ഒരു ബന്ധം മറ്റെന്നും സിദ്ധമല്ല. അവന്റെ ആലയത്തിൽ വസിക്കാൻ എത്ര വലിയ കെട്ടിടമുണ്ടായും ചെറിയ കെട്ടിടമുണ്ടായും അവരുടെ ആലയത്തിൽ വസിക്കുന്ന ഭാഗ്യമാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അവന് വിളിച്ച് കേട്ടിരിക്കുന്ന ആളുകളാണ് നാം. ഇതൊക്കെ ഇങ്ങനെ പറയാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നിൽക്കുമ്പോൾ കാര്യങ്ങൾ വരത്തിയാണ്. പ്രായമായി അത് കാര്യം. പക്ഷേ ഈ ആലയത്തിൽ വസിക്കാൻ എനിക്ക് വലിയ യോഗ്യതയുമുണ്ടോ? എന്നെ വിളിച്ച ആ ദൈവത്തിനെ ഞാൻ സ്തോത്രം പറയുന്നു, അവരെ സ്തുതിക്കുന്നു. എന്റെ അപ്പാപ്പനെ വിളിച്ച ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. അപ്പാപ്പൻ ആ കുടുംബങ്ങൾ പലരും നമ്മുടെ പൈതൃകം എത്രയോ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഇന്ന് രാവിലെ ഇത് ഓർത്ത് ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വലിയ ഭാഗ്യ പദവിക്ക് വേണ്ടി വാഴ്ത്തുന്നു. ഇതിനോട് ബന്ധപ്പെട്ടിട്ട് 2 വർഷങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു രക്ഷിക്കപ്പെടുന്നു. ഈ പന്തലിന്റെ അടുത്ത് വെച്ചാണ് ഈ പന്തലിന്റെ വെച്ച് അവിടെ ഞാൻ രക്ഷിക്കണം. 3 വർഷങ്ങളെ കർത്താവിന് വലിയ നാമം വാഴ്ത്തപ്പെടേണ്ട സമയം വളരെ കുറച്ചുള്ളതൊന്നും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അവരുടെ ആലയത്തിൽ പ്രാകാരത്തിൽ വസിപ്പാൻ അവൻ വിളിച്ച് ചേർത്തിരിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാൻ. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമുണ്ട്. തീർച്ചയായും ഞാൻ വിശ്വസിക്കും. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടും.